പ്രിയപ്പെട്ടവരെ, ഇന്ത്യയുടെ മഹാകവി അല്ലാമ ഇക്ബാലിൻ്റേതായി പറയുന്ന ഒരു ഫാരിസി വരിയുണ്ട്. ഹുസ്ന യൂസുഫ് വദമേ ഈസ വയദേ ബൈദ അദാരി ആൻജഹൂബ ഹമേ ദാരന്ത് തു തെൻഹാദാരി. ലോകം കണ്ടിട്ടുള്ള വലിയ ജോസഫ് പ്രവാചകൻ്റെ സൗന്ദര്യം, യൂസുഫ് നബിയുടെ സൗന്ദര്യവും, അബ്രഹാം പ്രവാചകൻ്റെ കരുത്തും, മൂസ പ്രവാചകൻ്റെ മോസസിൻ്റെ അത്ഭുത വിദ്യകളും, ഈസാ പ്രവാചകൻ്റെ സ്നേഹവും എല്ലാം ഒത്തുചേർന്ന ഒരു ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു അങ്ങ് എന്ന് ഫ്രഞ്ച് ഹിസ്റ്റോറിയനായ ലമാർട്ടിൻ ചോദിച്ചതുപോലെ പ്രവാചകൻ്റെ ജീവിതത്തെ കരഞ്ഞതിനു ശേഷം അദ്ദേഹം ചോദിച്ചു, ഈസ് ദർ എനി മാൻ ഗ്രേറ്റർ ദാൻ ഹീ? അതിനേക്കാൾ മഹത്വം ലോകത്തുണ്ടോ? ഇന്ന് 2026 ഓഗസ്റ്റ് 10 തിങ്കൾ ഒരുപാട് ചർച്ചകൾക്ക് സാക്ഷ്യം വഹിച്ച ഈ സാഹിത്യ അക്കാദമിയുടെ ഹാൾ മറ്റൊരു സൗഹൃദ ചർച്ചയുടെ സമാപനം കുറിക്കുകയാണ്. ഇതിൽ അധ്യക്ഷം വഹിച്ച ഇതിൽ പ്രാർത്ഥനാഗാനം എഴുതിയ നദ ഷക്കീർ, സ്വാഗതം പറഞ്ഞ ഡയലോഗ് സെൻറ്റർ കേരളയുടെ സെക്രട്ടറി GK എടത്തനാട്ടുകര, അധ്യക്ഷത വഹിച്ച സംവാദ വേദികളിലെ ചടുല സാന്നിധ്യമായ T മുഹമ്മദ് സാഹിബ് വേളം, ഇതിന് ഉദ്ഘാടനം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ ബഹുമാന്യനായ കേരള അമീർ P മുജീബ് റഹ്മാൻ, അതുപോലെ തന്നെ ഭാരതീയ പാരമ്പര്യത്തിൽ മുഹമ്മദ് നബിയുടെ പാരമ്പര്യത്തെക്കുറിച്ച് പുസ്തകം നമുക്ക് സമർപ്പിച്ച ഷിഹാബുദ്ദീൻ ആരാമ്പ്രം, നമുക്ക് അതിന് ആശംസ അർപ്പിച്ച IPHൻ്റെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ KT ഹുസൈൻ സാബ്, തങ്ങളുടെ സത്യത്തെ തമസ്കരിക്കാനുള്ള നിതാന്ത സമരങ്ങളിൽ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യത്തെ കാത്തുസൂക്ഷിക്കാൻ നമ്മൾ ജാഗ്രതരായി ഇരിക്കണമെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച MP സുരേന്ദ്രൻ സാർ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കൊണ്ടുപിടിച്ച ശ്രമങ്ങൾക്കിടയിൽ ഇനിയും നഷ്ടപ്പെട്ടു പോകാൻ, ഈ സൗഹൃദം നഷ്ടപ്പെട്ടു പോകാൻ നാം പാകാതിരിക്കാൻ നാം എടുക്കേണ്ടുന്ന ശ്രദ്ധയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിച്ച സന്നിയം കബിക്കാട്, റസൂൽ എന്ന വാക്ക് പ്രസരിപ്പിക്കുന്ന വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ ഓർമ്മിപ്പിച്ച BG തമ്പിസാർ, അതുപോലെ തന്നെ ഇവിടെ ഇത്രയും സമയം ഒരു 2 മണിക്കൂറിലധികം ഈ ചർച്ചാ സന്ധ്യയെ ഏറ്റവും സുന്ദരമാക്കിയ ഇവിടെ ഒരുമിച്ച് കൂടിയ എൻ്റെ എല്ലാ സഹോദരന്മാർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇനിയും അടുത്ത സംവാദവേദിയിലേക്ക്, ഇനിയും അടുത്ത സ്നേഹസംവാദത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടാം എന്ന പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.